വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സെറ്റ് സാരികളെ കുറിച്ചാണ് കാണിച്ചത്. ഇത്തവണ സെറ്റ് മുണ്ടിലേക്ക് കാണിക്കുകയാണ്. അപ്പോൾ സെറ്റ് മുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഒത്തിരി പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല. അപ്പോൾ സെറ്റ് മുണ്ട് ആദ്യത്തെ പീസ് തന്നെ കാണിക്കാം. ഇത് മറൂൺ ആൻഡ് ബ്ലാക്ക് ആണ്. ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഒരു എലഗൻ ലുക്ക്, അതായത് ഇത്രയും കസവിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ ഇത് ഈ ഒരു കസവ് തന്നെ കിട്ടണം, എന്നാലേ ഇതിൻ്റെ ആ ഒരു ലുക്ക് വരുള്ളൂ. അപ്പം നല്ലൊരു ഭംഗിയാണ് കാണാൻ. കണ്ടോ? മെറൂൺ ആൻഡ് ബ്ലാക്ക്. ഇതിൻ്റെ മൈക്രോ ചെക്കാണ് കേട്ടോ. ഇത് മൈക്രോ ചെക്കാണ്, കുഞ്ഞു ചെക്ക്. നമ്മൾ നേരത്തെ കാണിച്ച ആ സാരി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ സാരിയുടെ മൈക്രോ ചെക്കായിട്ടുള്ള ഇതാണ്. സെയിം തന്നെ. അതിനകത്തൊരു മറൂൺ ആൻഡ് ഗ്രീൻ ആണ് ഞാൻ കാണിച്ചത്. ഇത് ബ്ലാക്ക് ആൻഡ് മറൂൺ ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ഇനി അതേ പാറ്റേണിൽ തന്നെ വേറൊരു കളർ കാണിക്കാം. ഇതൊക്കെ റയറാണ്. ഇതൊന്നും ഞാൻ അധികമൊന്നും കണ്ടിട്ടില്ല. അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഇത് പിങ്ക് ആൻഡ് ഗ്രീൻ ആണ്. ഇത് ബേബി പിങ്ക് ആണ്. ബേബി പിങ്ക് ഒലിവ് ഗ്രീനും ആണ്. ഇത് നിങ്ങളുടെ മേത്ത് വെച്ചാൽ ആഹാ അടിപൊളി. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ഇതിൻ്റെ ഭംഗി എങ്ങനെയുണ്ടെന്ന്. ഞാനിത് സൺലൈറ്റ് വെയിലടിക്കുന്നത് നോക്കിയിരിക്കുകയാണ് ഇത് കാണിക്കാൻ. ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഇത് വെയിലടിക്കണം, എന്നാലേ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനാണ് ഞാനിത് ഇവിടെ തന്നെ ഇരുന്ന് കാണിക്കണം. കണ്ടോ? ബേബി പിങ്ക് ആണ്. ബേബി പിങ്കും ഒലിവ് ഗ്രീനും. ഈ കളർ ബ്ലൗസ് പീസ് വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്. കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് പീസും അവൈലബിൾ ആണ്. ഇതൊരു 3-4 പീസൊക്കെ കാണുള്ളൂ. അപ്പോൾ ഒന്നിച്ചൊക്കെ വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കണം, കാരണം ഇതൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഇതുമാണ് സിമിലർ പാറ്റേൺ ആണ്. പക്ഷെ ഇതിൻ്റെ കസവിൽ ഈ കളർ വന്നപ്പോഴത്തെ ഡിഫറൻസ് കണ്ടോ? അപ്പോൾ ഇതൊക്കെ ഈ മോഡേൺ രീതിയിലൊക്കെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഈ പിങ്ക് ഒക്കെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഏതെങ്കിലുമൊക്കെ കുറച്ചും കൂടി ഒരു എന്താണ് ട്രെൻഡിങ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് വേറെ കളർ. ഓക്കെ, ഇനി കഴിഞ്ഞ വീഡിയോ അല്ല, കഴിഞ്ഞ ഓണത്തിന് ഞാൻ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തീർന്നു പോയിട്ട് ഒരുപാട് പേരോട് ചോദിച്ചിട്ട് അധികം ആർക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം അധികം കിട്ടിയില്ല. എനിക്ക് കിട്ടിയ പീസൊക്കെ പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ ഇത് കഴിഞ്ഞ തവണ റെഡ് ആൻഡ് മെറൂൺ ആൻഡ് ബ്ലാക്ക് ആയിരുന്നു. ഇത്തവണ അത് പ്യുവർ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. കഴിഞ്ഞ തവണ മെറൂൺ ആയിരുന്നു ഇവിടെ. ഇത്തവണ ഇത്. അപ്പോൾ ഇത് സ്ട്രൈപ്സ് ആണ്. ഇത് സ്ട്രൈപ്ഡ് ആണ്. നേരത്തെ കാണിച്ചത് മൈക്രോ ചെക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടോ? ഭയങ്കരമായിട്ട് വെയിലടിക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക്. കണ്ടോ? ശരിക്കും ഇത് നല്ലൊരു കസവാണ്. നല്ല ഭംഗിയാണ് ഈ കസവ് കാണാൻ. കണ്ടോ? എൻ്റെ മുണ്ടും നെയ്തതാണ്. ഇത് 2.8 ആണ്. ഇതിന് നല്ല വീതി നീളമുണ്ട്. നല്ല വണ്ണം ഉള്ളവർക്ക് നല്ല ഭംഗിയായിരിക്കും. കാരണം ഇത് വെർട്ടിക്കൽ സ്ട്രൈപ്സ് ആണ്. അപ്പം വണ്ണം തോന്നിക്കുന്ന പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇത് പ്യുവർ റെഡ് ആണ്. കഴിഞ്ഞ തവണ ഞാൻ മെറൂണാണ് കൊണ്ടുവന്നത്. മെറൂൺ ഇത്തവണ കണ്ടില്ല. ഇത്തവണ റെഡാണ് വന്നത്. അപ്പോൾ എല്ലാ തവണയും കളറിനൊക്കെ ചെറിയ വേരിയേഷൻസ് വരും. കഴിഞ്ഞ തവണ കണ്ടത് തന്നെ ഇത്തവണ ചിലപ്പോൾ കണ്ടോളണമെന്നില്ല. അപ്പോൾ ഇതാണ് അടുത്ത പീസ്, ബ്ലാക്ക് ആൻഡ് റെഡ്. ഇനി അത് തന്നെ ഗ്രീൻ ആൻഡ് മെറൂൺ ആണ്. ഇത് ഗ്രീൻ ആൻഡ് മെറൂൺ ആണ്. നേരത്തെ കണ്ടത് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ്. ഇത് ഗ്രീൻ ആൻഡ് മെറൂൺ. ഇത് ഓൾവേസ് ഒരു സ്റ്റാൻഡേർഡ് കളർ കോമ്പിനേഷൻ ആണ് ഇത് രണ്ടും. അപ്പോൾ ഇത് മെറൂൺ ആൻഡ് ഗ്രീൻ ആണ്. ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. കണ്ടോ? കളറിന്റെ വ്യത്യാസം കണ്ടോ? റെഡിന്റെ ഇത് പ്യുവർ റെഡ് ആണ്. ഇത് മെറൂൺ ആണ്. ഇത് ബോട്ടിൽ ഗ്രീൻ ആണ്. ഇതാണ് വേറൊരു കോമ്പിനേഷൻ. ഇനി വേറൊരു പാറ്റേൺ കാണിക്കാം. ഇതിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് ഇങ്ങനെയും കൂടി, ഇത് സ്ട്രൈപ്ഡ് ബോഡി തന്നെയാണ്. പക്ഷെ ഇതിന്റെ താഴെയും കൂടി ഇത് ഇങ്ങനത്തെ ഒരു കര
കരയും കൂടി ചേർത്ത് പോകുന്നുണ്ട് കുറച്ച് വീതിയിൽ. അങ്ങനെ ഇങ്ങനെ താഴത്തെ പോർഷനിൽ താഴെ മുകളിലും ഉണ്ട്. അപ്പം അതിൽ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. റാണി പിങ്ക് അല്ല, ബേബി പിങ്കും അല്ല, ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. ഇത് മറ്റേതിനേക്കാളും കുറച്ചും കൂടി വീതി കുറവാണ് ഇതിൻ്റെ കസവിന്. കസവിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ പ്രൈസിനും അതുപോലെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഇത് പിങ്കാണ്. സെയിം തന്നെ മെറൂൺ ഉണ്ട്. ഇതിൻ്റെ ഒരു ഗ്രീനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വന്ന പീസിന് ഒരു ചെറിയ ഡിഫക്റ്റ്, അത് ഞാൻ റിട്ടേൺ ചെയ്തിട്ട് അതിനി കൊണ്ടുവരും. അപ്പം ഞാൻ കാണിക്കാം. അപ്പം അതൊരു ഗ്രീനാണ്. സെയിം തന്നെ ഒരു ലൈറ്റർ ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഇത് മെറൂണാണ്. ഇത് മെറൂണാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഓക്കെ. ഇനി കഴിഞ്ഞ തവണ ഒരു ബേബി പിങ്ക് സെറ്റുമുണ്ട് കൊണ്ടുവന്നായിരുന്നു. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള സെറ്റുമുണ്ട്. അത് ഈ പറഞ്ഞ ആ ബേബി പിങ്കിന് തന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അതെനിക്ക് ഒത്തിരി ഒരു ലിമിറ്റ് കൂടുതൽ എനിക്ക് അധികം അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അത് വേറൊരു പാറ്റേൺ ആയിരുന്നു. അപ്പം ഇത് വേറൊരു പാറ്റേൺ ആണ്. ബേബി പിങ്ക് തന്നെയാണ് സെറ്റുമുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയാണ്. ഇതൊക്കെ അങ്ങനെ കിട്ടാറില്ല. അത് കിട്ടിയാലും ഈ കസവിനാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ കസവ് മറ്റേ അതിൻ്റെ അതേ കസവ് തന്നെയാണ്. ഇത് കുറഞ്ഞ കസവല്ല, നല്ല കൂടിയ കസവാണ്. ഇതിൻ്റെ കോട്ടണും നല്ല കോട്ടനാണ്, നല്ല പ്യുവർ കോട്ടനാണ്. അപ്പം ഇതിനും ഈ പറഞ്ഞ പോലെ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു ഈ ഒരു കളറിന്. അതിപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് കിട്ടിയപ്പോൾ ഞാനൊരു കുറച്ച് പീസ് എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇതും ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. സെറ്റും മുണ്ടും സെറ്റ് സാരി പുതിയ ഐറ്റംസ് കുറച്ച് വന്നതാണ്. എന്തായാലും ഇനിയും കുറച്ച് സാരീസും കുറച്ച് മൾക്കോട്ടൺ സാരീസിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അതിലൊരെണ്ണമാണ് ഞാനിപ്പോൾ ഈ ഉടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് മൾക്കോട്ടൺ തന്നെയാണ്. മൾക്കോട്ടൻ്റെ പ്യുവർ റെഡിൽ ഈ സീക്വൻസ് വർക്ക് വരുന്നതാണ്. കണ്ടോ? ഇത് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പം തന്നെ ഇത് രണ്ടും എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. എന്തായാലും ഈ സാരീസിൻ്റെ വേറെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനിയും 1-2 സാരീസും കൂടെ ഉണ്ട് കാണിക്കാൻ. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ദെൻ ബൈ.